ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ടാപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ബാത്റൂമിൽ ലോങ് ബോഡി ടാപ്പ് എന്ന് പറയുന്ന ഈ തരത്തിലുള്ള ടാപ്പുകളായിരുന്നു. അതിൻ്റെ പ്രധാനമായിട്ട് ഇതിന് രണ്ടെണ്ണം ഉണ്ടാവും. ഒന്ന് സാധാരണ പച്ചവെള്ളം വരാനും ഒന്ന് ചൂടുവെള്ളം വരാനും രണ്ടായിട്ടായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിനെ നമ്മളൊരു ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം പിടിച്ച് അതിനെ മിക്സ് ചെയ്താണ് ഉപയോഗിച്ചിരുന്നത്. ചൂടുവെള്ളത്തിന് അതിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലായിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്നതെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വോൾ മിക്സർ എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ വോൾ മിക്സർ എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലൈനിലൂടെയായിട്ട് ചൂടുവെള്ളവും പച്ചവെള്ളവും വന്ന് ഒരു ടാപ്പിനകത്ത് തന്നെ വെച്ച് അതിനെ മിക്സ് ചെയ്ത് ഒന്നെങ്കിൽ ഷവറിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ടാപ്പിലേക്കോ വന്ന് നമുക്ക് ബക്കറ്റിലേക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ ഷവറിൽ കൂടെ യൂസ് ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലായിരുന്നു ഈ പറയുന്ന വോൾ മിക്സർ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടും അങ്ങനെയുള്ള ഫിറ്റിങ്സുകൾ കുറേ അധികം നമുക്ക് അഴുക്കുകൾ കൂടുതൽ പിടിക്കും എന്നുള്ളത് കൊണ്ടും ഈ പറയുന്ന വോൾ മിക്സേഴ്സ് ഇപ്പം നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ വോൾ മിക്സറിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള വോൾ മിക്സേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഷവർ കണക്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഉണ്ട്. ഒരു സാധാരണ ഒരു മിക്സർ മാത്രം, അതിന് ഷവറിന് പ്രത്യേകം നമ്മൾ വാല്യൂ വയ്ക്കണം. എന്നാൽ അടുത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഷവറും സാധാരണ ടാപ്പും ഒരേ മിക്സറിലൂടെ തന്നെ ഉപയോഗിക്കാം. മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഷവർ ഉപയോഗിക്കാം, ടാപ്പ് ഉപയോഗിക്കാം, അതുകൂടാതെ ഒരു ഹാൻഡ് ഷവറും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സിസ്റ്റം കൂടെയുള്ള 3 തരത്തിലുള്ള വോൾ മിക്സേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള 3 സിസ്റ്റങ്ങളും ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു സമയവും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് വരുന്ന സാധനമാണ് ഡൈവർട്ടേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റം. ഡൈവർട്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസീൽഡ് ആയിട്ടുള്ള ഒരു പാർട്ടും ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്ടും ഉണ്ട്. അപ്പോൾ കൺസീൽഡ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അത് ബ്രാസ് കൊണ്ടുണ്ടാക്കിയതോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രാസ് കൊണ്ടുണ്ടാക്കിയിട്ട് അതിനെ ക്രോമിയം പ്ലേറ്റ് ചെയ്തതോ ആയിട്ടുള്ള പല തരത്തിലുള്ള സിസ്റ്റങ്ങൾ ഇപ്പം അവൈലബിൾ ആണ്. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവർട്ടർ എന്ന് പറയുന്നത്? ഡൈവർട്ടർ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് 2 തരത്തിലുള്ള വെള്ളം, അഥവാ ചൂടുവെള്ളവും പച്ചവെള്ളവും 2 സ്ഥലത്തും 2 പൈപ്പിലൂടെ വന്ന് ഒരു ഷവറിലേക്കും ഒരു സ്പൗട്ട് എന്ന് പറയുന്ന ഭാഗത്തിലേക്കും കൊണ്ടുവരാനായിട്ട് ഒറ്റ ഹാൻഡിലിൻ്റെ കൺട്രോളിൽ വരുന്ന വളരെ ഭംഗിയുള്ള ഒരു ഫിറ്റിങ്സാണ്. അപ്പോൾ ഈ ഡൈവർട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഡൈവർട്ടേഴ്സിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് ഡൈവർട്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ലോ ഫ്ലോ എന്ന് പറയുന്ന സിസ്റ്റവും ഒന്ന് ഹൈ ഫ്ലോ എന്ന് പറയുന്ന സിസ്റ്റവും. അപ്പോൾ നമ്മളുടെ വാട്ടർ ടാങ്ക് വളരെ ഹൈറ്റിലല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലോ സിസ്റ്റത്തിലുള്ളത് ഉപയോഗിക്കണം. നമ്മുടെ വാട്ടർ ടാങ്ക് നല്ല പ്രഷർ ഉള്ള ടൈപ്പാണ് വരുന്നതെങ്കിൽ നമ്മൾ ലോ ഫ്ലോ ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇത് നമ്മൾ പ്രത്യേകം നമുക്ക് തിരിച്ചറിയാനുള്ള കുറേ സിസ്റ്റങ്ങളൊക്കെ ഈ പറയുന്ന കൺസീൽഡ് പാർട്ടിനകത്ത് ഉണ്ട് താനും. അപ്പോൾ അതിൻ്റെ എക്സ്പോസ്ഡ് പാർട്ട് മാത്രമാണ് നമ്മൾ വെളിയിൽ കാണുന്നത്. അതിൻ്റെ കൺസീൽഡ് പാർട്ട് നമ്മുടെ ഭിത്തിക്കകത്തായതുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കാറില്ല. ഒരു ഡൈവർട്ടറിൻ്റെ കൺസീൽഡ് പാർട്ടിന് സാധാരണഗതിയിൽ 3000 രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂം എന്ന് പറയുന്ന ഒരു ന്യൂ ടെക്നോളജിയിൽ നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഇൻറ്റീരിയറോടുകൂടി ചെയ്യാൻ പറ്റും. അധികം പൈപ്പ് ഫിറ്റിങ്സുകളൊന്നും തന്നെ പുറത്ത് കാണത്തക്ക വിധത്തിൽ ഉണ്ടാവില്ല. ആകെ ഉണ്ടാകുന്നത് ഒരു ഷവറും ആ ഷവറിൻ്റെ ഹാൻഡിലും അതിൻ്റെ താഴെയായിട്ട് ഒരു സ്പൗട്ട് എന്ന് പറയുന്ന ഭാഗവും മാത്രമാണ് ഉണ്ടാകുന്നത്. എന്നാൽ സ്പൗട്ടിൽ തന്നെ ഹാൻഡ് ഷവർ പിടിപ്പിക്കാനുള്ള വേറൊരു സിസ്റ്റം കൂടെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ചെയ്യാൻ പറ്റും. അപ്പോൾ ലോ ഫ്ലോയും ഹൈ ഫ്ലോയും ഉണ്ട്. നമ്മളത് നല്ലവണ്ണം ശ്രദ്ധിച്ച് വേണം ഇത് കണക്ട് ചെയ്യാനായിട്ട്. ലോ ഫ്ലോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില കണ്ടീഷൻസിൽ നമുക്ക് പ്രഷർ പമ്പുകൾ ഉപയോഗിക്കേണ്ടി വരും. കാര്യം ഷവറിലൂടെ അങ്ങനെ അധികം പ്രഷറിൽ വെള്ളം വരാത്ത ചാൻസ് വരികയാണെങ്കിൽ നമ്മളൊരു പ്രഷർ പമ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇതിനെ കണക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഡൈവർട്ടറിൽ തന്നെ ഡബിൾ ഇൻപുട്ട് ഉണ്ട്, ത്രിബിൾ ഇൻപുട്ട് ഉണ്ട്, 5 വേ ഉണ്ട്, 3 വേ ഉണ്ട്. അപ്പോൾ അതിലേതൊക്കെ വേണം എന്നുള്ളത് നമ്മുടെ പ്ലംബറിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു MEP എഞ്ചിനീയറുടെ സഹായത്തോടു കൂടിയോ നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ ഫിറ്റിങ്സുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ 3 വേ സിസ്റ്റത്തിൽ വരുന്ന സാധാരണഗതിയിൽ തന്നെ നമ്മൾ അധികം പിടിപ്പിക്കാറില്ല. അതിനെന്താ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗീസറിൽ നിന്ന് വരുന്ന ചൂടുവെള്ളവും ഒരു സാധാരണ ഓവർഹെഡ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളവും രണ്ടും കൂടി കണക്ട് ചെയ്യുന്നത് കൂടാതെ നമുക്കൊരു അഡീഷണലായിട്ട് വേറെ ഒരു വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന 3 വേ സിസ്റ്റത്തിലുള്ള ഡൈവേർട്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ വയ്ക്കുന്ന ചില സ്ഥലങ്ങൾ മാത്രമുണ്ട്. അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി പിടിപ്പിക്കാവുന്നതാണ്. പക്ഷേ അതിന് കുറച്ച് വില കൂടുതലായിരിക്കും. എക്സ്പോസ്ഡ് പാർട്ടുകൾ
ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഡൈവേർട്ടർ എന്ന് നമ്മൾ കാണുന്നത്. പക്ഷേ അതിന് പറയുന്ന പേര് എക്സ്പോസ്ഡ് പാർട്ട് എന്നാണ്. കൺസീൽഡ് പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡൈവേർഷൻ സിസ്റ്റം, അതിൻ്റെ മെക്കാനിക്കൽ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് യൂണിറ്റിനാണ് നമ്മൾ ഡൈവേർട്ടർ ഫിറ്റിങ്സ് എന്ന് പറയുന്നത്. അത് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചും അതിൻ്റെ അളവുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാത്റൂമിൽ യാതൊരു വിധത്തിലുള്ള പൈപ്പുകളോ ഫിറ്റിങ്സുകളോ ഒന്നും കാണാതെ നല്ല ഭംഗിയോടുകൂടി ഒരു ഇൻറ്റീരിയർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു പോകുന്നത്. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം.